ഈ ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരാളുടെ സഹായം കൂടാതെ ഇത് മൊബൈലിലേക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. ആദ്യം അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പ്ലേ സ്റ്റോറിൽ നിന്നുള്ള ആപ്പിലേക്കാണ് ആദ്യം നമുക്ക് പോകേണ്ടത്. പ്ലേ സ്റ്റോർ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ സ്ക്രീൻ വരുന്നുണ്ട്. ഇതിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഏത് പ്രോഗ്രാമാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ട്രൂ ക്ലൗഡ് എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര്. TRUECLOUD ട്രൂ ക്ലൗഡ്. ഇതിൽ ട്രൂ ക്ലൗഡ് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൽ ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ രണ്ടാമത് കിടക്കുന്ന ഈ കാർമേഘത്തിൻ്റെയും നീല കളറുള്ള ഐക്കണിൽ ട്രൂ ക്ലൗഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും സെർച്ച് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാളിങ് തുടങ്ങും. പ്രോഗ്രാം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഓപ്പൺ കൊടുക്കാം. ഓപ്പൺ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും വരുന്നത്. ഇവിടെ ഇമെയിൽ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി രജിസ്റ്ററിൽ കൊടുത്തു കഴിയുമ്പോൾ ഇമെയിൽ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. ഇമെയിൽ ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഫോൺ നമ്പർ ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെൽഫോൺ നമ്പർ, നമ്മളിപ്പോൾ സെൽഫോൺ നമ്പർ രജിസ്ട്രേഷനിലാണ് പോകുന്നത്. അതിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്ത്യൻ +44 ആണ് അതിൽ കിടന്നത്. അതിൽ നമ്മൾ ഇന്ത്യ എന്നുള്ള +91 സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ അതുപോലെ നമുക്കൊരു ഫോൺ നമ്പർ കൊടുക്കാം. 8282924748 നമ്പർ കൊടുത്തതിന് ശേഷം ഇവിടെ ഹാവ് റീഡ് ആൻഡ് എഗ്രി അതിനകത്തൊരു ടിക്കറ്റ് ഉണ്ട്. അവിടെ ടിക്കറ്റ് കഴിയുമ്പോഴത്തേക്കും രജിസ്റ്റർ ഇങ്ങനെ ഫുള്ളായിട്ട് ബ്രൈറ്റായിട്ട് വരും. രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ ബോർഡ് മാറ്റിലേക്ക് നമുക്ക് മുട്ടിക്കണം. ഇത് ഈ രജിസ്റ്റർ ചെയ്യാൻ നേരത്തെ സ്റ്റെപ്പായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ എൻ്റർ ചെയ്ത നമ്പറിലേക്ക് ഒരു OTP നമ്പർ പോകും. അതൊരു 6 അക്കം ഉണ്ടാവും. 207747 നമുക്കിപ്പോൾ വന്നിരിക്കുന്ന കോഡ്. ഇവിടെയാണ് വെരിഫിക്കേഷൻ കോഡ്. ഇവിടെ നമ്മൾ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള കോളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2077 47 ഈ വെരിഫിക്കേഷൻ കോഡിലാണ് നമ്മൾ 207747 നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ തൽക്കാലം ABC@1234567 എന്നൊക്കെ കൊടുത്തു. നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നീടായാലും ഫോർഗെറ്റ് പാസ്വേഡ് പറഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. കൊടുത്ത പാസ്വേഡ് ഒന്നുകൂടെ അവർ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ABC@1234567 കൊടുത്തതിന് ശേഷം ഡൺ കൊടുക്കുന്നു, കൺഫേം കൊടുക്കുന്നു. ഉപയോഗിക്കുന്ന ക്യാമറ ട്രൂവിയൻ്റെ വൈഫൈ ക്യാമറ 20. അതിനോടൊപ്പം വന്നിരിക്കുന്ന ചാർജറാണ്. ഇത് സപ്ലൈയിലേക്ക് കൊടുത്തിട്ട് ക്യാമറയിലേക്ക് ഇത് കണക്ട് ചെയ്യാം.
trigger the network. നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൈഫൈ ക്യാമറ ആയതുകൊണ്ട് ഒരു വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഹാർഡ് ക്യാമറ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ഫോൺ ആ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റലേഷൻ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്തതിന് ശേഷം ഈ ഹാർഡ് ക്യാമറ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ക്യാമറയുടെ ഡിവൈസ് ഐ ഡിനകത്ത് കാണിക്കുന്നുണ്ട്. ID സ്റ്റാർ ഇട്ടതിന് ശേഷം 9184 കാണിക്കുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ആഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ വൈഫൈ ഇപ്പോൾ നമ്മൾ ഈ കണക്ട് ചെയ്തിരിക്കുന്ന വൈഫൈ ഫോണിൽ കണക്ട് ചെയ്തിരിക്കുന്ന വൈഫൈ കോമൺ ആയിട്ട് ക്യാമറയിൽ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വൈഫൈ ഫോണിലേക്ക് ആദ്യം കണക്ട് ചെയ്യണം നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഇവിടെ അതിൻ്റെ ആ വൈഫൈയുടെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ പാസ്വേഡ് ഇവിടെയും കൂടെയും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് ക്യാമറയായിട്ട് അതിൻ്റെ ഒരു കണക്ഷൻ വരുള്ളൂ. അതിനുശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ കൺഫേം എന്നുള്ള റീസെറ്റ് കൺഫേം കൊടുക്കുക. വീണ്ടും കൺഫേം എന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നെറ്റ്വർക്കിംഗ് എഴുതി കാണിച്ച് 0 അങ്ങനെ ഒരു പെർസെൻറ്റിങ് കാണിക്കും. അപ്പോൾ നമ്മൾ ക്യാമറയിൽ വയർലെസ് സെറ്റിംഗ് പ്ലീസ് വെയിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓഡിയോ മെസ്സേജ് വരുന്നുണ്ട്. ശേഷം ഇതിൻ്റെ പെർസെൻറ്റിങ് ഇങ്ങനെ കൂടി വരും സ്ക്രീനിൽ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇത് 100% വരും. ക്യാമറയിൽ നിന്ന് വൈഫൈ കണക്ഷൻ 6 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടുത്ത സ്ക്രീനിലേക്ക് വരുന്നു. അപ്പോൾ നമുക്കിവിടെ ക്യാമറയ്ക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഇവിടെ നമ്മൾ തൽക്കാലം ഹോം എന്തെങ്കിലും കൊടുക്കാം. അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് അതിനകത്ത് കുറച്ച് പേര് കിടക്കുന്നുണ്ട്. ഹോം കൊടുത്തിട്ട് ഡൺ കൊടുത്തു. അതിനുശേഷം ഇവിടെ മോഷൻ ഡിറ്റക്ഷൻ അലർട്ട് എനേബിൾ ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അലാം പുഷ് അതെല്ലാം എനേബിൾ ചെയ്തേക്കാം. അതിനുശേഷം നമ്മൾ സേവ് കോൺഫിഗറേഷനിലാണ് പോകുന്നത്. അപ്പോൾ തന്നെ ക്യാമറ വിസിബിൾ ആവാൻ തുടങ്ങും. ഫിനിഷ്ഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോണിൽ നമുക്ക് ആ പ്രോഗ്രാം എടുക്കുമ്പോൾ തന്നെ ഫോണിലിങ്ങനെ ഹോം എന്ന് കാണിച്ചിട്ട് നടുക്കൊരു പ്ലേ ബട്ടണൊക്കെ വരും. അപ്പോൾ ആ പ്ലേ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ലൈവിലേക്കാണ് ക്യാമറയുടെ ഇതിൽ പോകുന്നത്. പിന്നെ നമുക്ക് ക്യാമറ ഇതിനകത്ത് ഓരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്യാമറ ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ കൊണ്ടുവരാം. അതിനുശേഷം ക്യാമറ സ്ക്രീൻ അതിനകത്ത് തന്നെ കാണും. അപ്പോൾ ഇതിൽ മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല. നമ്മൾ ഈ ക്യാമറയിൽ മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു സ്ലോട്ടും കൂടെ ഉണ്ട്. ഇതിൽ മെമ്മറി കാർഡ് ഇടുവാണെങ്കിൽ നമുക്ക് റെക്കോർഡിങ്ങിൻ്റെ ഇതും കൂടെ കിട്ടും. അതിൻ്റെ അടിയിൽ തന്നെയായിട്ട് മെമ്മറി കാർഡ് കൊടുത്തിട്ടുണ്ട്. ഓരോ മോഡലിന് വ്യത്യസ്തമുണ്ട്. ചിലപ്പോൾ സൈഡിലായിരിക്കും, ചിലപ്പോൾ ലെൻസിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ ക്യാമറ മെമ്മറി കാർഡ് കറക്റ്റായിട്ട് അതിനകത്തേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ റെക്കോർഡിങ് നമുക്ക് കിട്ടും. അപ്പോൾ ക്യാമറ സൈഡിലേക്ക് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഈ ഫോണിൽ തന്നെ ഒരു മൈക്കിൻ്റെ ഐക്കണുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഓപ്പൺ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ വരുന്നുണ്ട്. ഇതിലൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയിലേക്ക് സംസാരിക്കാൻ പറ്റും. ഹലോ ക്യാമറ ഇങ്ങോട്ട് പറയുന്നത്. അതുപോലെ ഇവിടെ ഒരു വോളിയം ബട്ടണുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നമ്മൾ പറയുന്നത് ക്യാമറ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പറയുന്നത്. അതായത് ഇപ്പോൾ ഫോണിലേക്കാണ് ക്യാമറയിൽ നിന്ന് ഫോണിലേക്ക് വരുന്ന വോയിസ് നമുക്ക് മ്യൂട്ട് ചെയ്ത് വയ്ക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ല നമ്മളിപ്പോൾ ലൈറ്റൊക്കെ ക്യാമറ ഓഫായി കിടക്കുകയാണ്. ഇപ്പോൾ ഈ ബട്ടണിൽ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് ഓണായി. ഞാൻ ലൈറ്റ് ഓഫ് ആക്കണമെങ്കിൽ ക്യാമറ തന്നെ ലൈറ്റിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഇപ്പോൾ ഓഫാവും. ഇതുവരെ നമ്മൾ ഈ ക്യാമറയുടെ ഇൻസ്റ്റലേഷൻ്റെ നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ക്യാമറ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ഡോറിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ വച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഡോറിൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ രാത്രി നമുക്കതിൻ്റെ ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ക്യാമറയിൽ തന്നെ ഇത് അലാറം എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്കൊരു രാത്രി ഒരു 11 മണി തൊട്ട് രാവിലെ ഒരു 4 മണി 5 മണി വരെയാണ് അത് വേണ്ടതെങ്കിൽ ക്യാമറ തന്നെ നമുക്ക് എവിടെയായിരുന്നാലും ഫോണിൻ്റെ ആപ്പിൽ തന്നെ നമുക്കത് സെറ്റ് ചെയ്തിടാം. അങ്ങനെ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ക്യാമറയിൽ എങ്ങനെ അലാറം അടിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്
ഒരു 2 MB ബേസ് മോഡൽ ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വലിപ്പം കുറവാണ്. ആനുപാതികമായിട്ട് അതിനകത്ത് സ്പീക്കറിനും വലിപ്പം കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുകളിൽ 3 MB ക്യാമറ വരുന്നുണ്ട്. അതിൻ്റെ സ്പീക്കറിന് കുറച്ചുകൂടെ വലിപ്പമുണ്ട്. അതിന് കുറച്ചുകൂടെ സൗണ്ടിൽ കേൾക്കാൻ പറ്റും. ഇതിന് അതിൻ്റേതായുള്ള ഒരു ഒളിയാണുള്ളത്. അതിപ്പോൾ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ആ ഡോറിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും